അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയുടെ കേട്ടോ. ചക്കട ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. ചക്കട ഉണ്ടാക്കാൻ 2 ഗ്ലാസ് പൊടി, അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുത്തു. അതിലേക്ക് നമ്മൾ ചക്ക മിക്സിയിൽ അടിച്ചത് ചേർത്തു. ഇത് ഒരു 10-20 ചക്കച്ചോളം ഉണ്ടാവും, പഴുത്ത ചക്ക. തേങ്ങ ചേർക്കുക. ഇനി ഇതിലേക്ക് ജീരകപ്പൊടി ചേർക്കാം. ഇത് ചെറിയ ജീരകം കേട്ടോ, ചെറിയ ജീരകം പൊടിച്ചതാണേ. ഇനി നമ്മളിതിലേക്ക് ശർക്കര പാനിയാക്കിയതാണ് ഒഴിക്കുന്നത്. ഒരു 4 അച്ച് ശർക്കര. ചക്കയ്ക്ക് മധുരമുള്ള കാരണം ഇത് മതിയാവുമെന്ന് വിചാരിക്കും. ഇതെല്ലാം കൂടി ഇനി നമ്മൾ മിക്സ് ചെയ്യാം. ഇതെല്ലാം നമ്മളപ്പോൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇലയിലേക്ക് പരത്തുകയാണ്. കഴുകി തുടച്ചല്ലേ കേട്ടോ. നമ്മളിതിങ്ങനെ വയ്ക്കുന്നു. ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് കനം കുറയ്ക്കുക. നമ്മൾ ചക്കയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പത്ത് വെക്കണം. ഇപ്പം എല്ലായിടത്തും ചക്കയാണല്ലോ. അപ്പോൾ 1-2 വീട്ടിൽ ചക്ക തന്നു. ഇത് ഞാനിപ്പോൾ ചക്കട ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ചക്കട വലിയ ഇഷ്ടമാണ്. ഈ ഇല ഉണ്ടല്ലോ, ഇത് പൊടിയലിയുടെ ഇലയാണ്. ചില നാട്ടിൽ വട്ടയിലെന്ന് പറയും. ഇതിനകത്ത് ചക്കട ഉണ്ടാക്കിയ ഒരു പ്രത്യേക മണമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എനിക്കുള്ളത് മാത്രം ഞാൻ ഈ ഇലയിലാണ് ഉണ്ടാക്കുക. നൊസ്റ്റാൾജിയ, പണ്ടത്തെ ഓർമ്മ. ഇതിപ്പോൾ എത്ര ചക്കട ഉണ്ടാക്കുന്നുണ്ടാവും? ഇപ്പോൾ ഒരു 10-15 എണ്ണത്തിനുണ്ടാവും. അങ്ങനെ നമ്മുടെ അട ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി നമ്മളിത് അടുപ്പത്ത് വെക്കാൻ പോവാം.